Okay, good evening. Welcome to Mallu Trader VSI. So first of all, this live is for Nifty 50 next week analysis. Okay. So നമ്മൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 50ൽ ഒരു അനാലിസിസ് ചെയ്തിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് അത് കറക്റ്റ് തന്നെയായിരുന്നു. മൂവ്മെൻറ്റുകൾ അതുപോലെ കീ ലെവലുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, സോ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നമുക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നിഫ്റ്റി, ഓക്കെ, മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ സോ ഒന്ന് സൂം ചെയ്തോടെ വെയിറ്റ് ചെയ്യണം. ചാർട്ട് ഒന്ന് സൂം ചെയ്യട്ടെ. ഓക്കെ, ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നിഫ്റ്റി നോക്കുമ്പോഴത്തേക്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ്. ഹയർ ഹൈ അഗെയിൻ ഹയർ ഹൈ. ഓക്കെ, സോ ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ 2050 നോക്കുകയാണെങ്കിൽ 2050 മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ജൂലൈക്ക് മുന്നേ വരെ ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്, നിഫ്റ്റി 50. ഓക്കെ, സോ ഇപ്പോഴും നോക്കുമ്പോഴത്തേക്ക് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് there is no selling evidence ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ബൈയിങ് എവിഡൻസ് നോക്കിയാൽ ബൈയിങ് എവിഡൻസ് അറ്റ് പ്രസൻറ്റ് ബൈയിങ് എവിഡൻസും ഒന്നും തന്നെ ഇല്ല. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രീവിയസ് മന്ത് ഒക്ടോബർ നോക്കുമ്പോഴത്തേക്ക് ക്ലിയർ ബുള്ളിഷ്. കാരണം അതിനു മുന്നേ സെപ്റ്റംബറിൽ ഇൻവെർട്ടർ ഹാമർ നോക്കൂ, ഈ ഇൻവെർട്ടർ ഹാമറിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്തിൽ, അതായത് ഒക്ടോബറിൽ ക്ലിയർ ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഈ മന്ത് നവംബർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ മന്തിലും ബുള്ളിഷ് മൂവ്മെൻറ്റത്തിനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരു ഇമ്പൾസീവ് ബൈ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലെവലിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. ഓക്കെ, സോ നമുക്കിനി നോക്കേണ്ടത് മന്ത്ലി ചാർട്ട്. സ്റ്റൊക്കാസ്റ്റിക് ലെവൽ നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഒരു ബുള്ളിഷ് ഏരിയയിലേക്കുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്, അതായത് എബോവ് 40. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരു ബുള്ളിഷ് ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റ് അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നമുക്ക് നിഫ്റ്റി 50ൽ ഒരു അനാലിസിസ് പറയാൻ പറ്റുന്നത്. നിഫ്റ്റി 50 സപ്പോർട്ടിൽ തന്നെയാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. ഇതൊരു സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 254 എന്നുള്ളത് ക്ലിയർ സപ്പോർട്ട് ലെവലാണ്. ആ സപ്പോർട്ട് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് നിലവിൽ നിഫ്റ്റി 50ൽ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നമുക്ക് തരാനുള്ള അനാലിസിസ്. ഓക്കെ, സോ ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീക്ക്ലി ചാർട്ട് നമ്മൾ നോക്കാം. വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലായിരുന്നു നിന്നത്. ഓക്കെ, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞതാണ്, ക്ലിയർ മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഈ ഒരു റെസിസ്റ്റൻസിലായിരുന്നു ലാസ്റ്റ് വീക്കിൻ്റെ സ്റ്റാർട്ടിൽ, അത് നിങ്ങൾക്ക് മൺഡേയിൽ ചെക്ക് ചെയ്യാം. ഈ ഒരു ലെവലിലായിരുന്നു നിഫ്റ്റി 50 ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിലേക്ക് അത് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈനാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ there is പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ആണ് ഞാൻ നോക്കുന്നത്. there is no സെല്ലിംഗ് എവിഡൻസ്, ബട്ട് ഒരു ബൈയിങ് എവിഡൻസ് ഉണ്ടായിരുന്നു. ദിസ് വൺ അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്.
ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ്. ആ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് തന്നെയാണ് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, സോ ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇനി ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇതിൽ വന്നാൽ ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ഓവർ ബ്രോട്ട് കണ്ടീഷൻ ഇത് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു സപ്പോർട്ട് ലെവൽ, അതായത് 25,699 അവിടെയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുമ്പോൾ, അതായത് സൺഡേയിൽ നോക്കുമ്പോൾ ആ ഒരു ലെവലായിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിലേക്ക് ഫോളോ വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു മൂവ്മെൻറ്റ് നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെ പിടിക്കുകയാണെങ്കിൽ ഇത് തിരിച്ച് കയറുകയാണെങ്കിൽ വീണ്ടും ഈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഉയർന്നു വരും. ഓക്കെ, സോ അതിനുള്ള ചാൻസ് വീക്ക്ലി അനാലിസിസ് നോക്കുമ്പോൾ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവലും കൂടി ഇനി നോക്കാം. ബേസ്ഡ് ഓൺ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ഓവർ ബ്രോട്ട് കണ്ടീഷൻ ആയിരുന്നു, അവിടുന്ന് ഒരു റിജക്ഷൻ. ഓക്കെ, സോ ഒരു സെൽ ഏരിയയിലേക്ക് അത് മൂവ് ആയിട്ടില്ല. വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ സെൽ ഏരിയയിലേക്ക് മൂവ്മെൻറ്റ് ആയിട്ടില്ല. ഓക്കെ, ബട്ട് ക്ലിയർ സെൽ ഏരിയ ആണ് ഇനി. അതായത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ സെൽ ഏരിയ വരുന്നുണ്ട് താഴോട്ട്. ഓക്കെ, സോ വീക്ക്ലി അനാലിസിസ് നോക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുന്നത്. ഇനി ബേസ്ഡ് ഓൺ ഡെയിലി ചാർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഡെയിലി ചാർട്ടിൽ നമുക്ക് പാറ്റേൺ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ മൺഡേ, ഇതാണ് മൺഡേ, ഇത് ട്യൂസ്ഡേ നോക്കാം. മൺഡേയിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ്. സോ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഇത് നോ സപ്ലൈ ക്യാൻഡിൽ ആക്റ്റീവായി നെക്സ്റ്റ് ഡേയിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ നോക്കട്ടെ, വെനസ്ഡേ October 29, ഓക്കെ, ട്യൂസ്ഡേ, ഫ്രൈഡേ. ഓക്കെ, ദീസ് വൺ ഈസ് മൺഡേ. ഓക്കെ, സോ മൺഡേയിൽ ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഉണ്ടായത്. ഈ ഒരു ക്യാൻഡിൽ മൺഡേയിൽ ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഉണ്ടായത്. അതിനുശേഷം ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഫോളാണ്. ഓക്കെ, സോ ഇതാണ് ടുഡേ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ മൂവ്മെൻ്റ് ഉള്ളത്. ടുഡേ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു പ്രീവിയസ് ബൈയിങ് എവിഡൻസ് കിടപ്പുണ്ട്. കാണിക്കാതെ റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ 2 ബൈയിങ് എവിഡൻസ് കിടപ്പുണ്ട്. ദിസ് വൺ. ഓക്കെ, സോ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് നെക്സ്റ്റ് ക്യാൻഡിലുണ്ടായി. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു ബൈയിങ് എവിഡൻസ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട. ബട്ട് ദീസ് ഈസ് എ ബൈയിങ് എവിഡൻസ്. അതൊരു ബൈയിങ് എവിഡൻസ് തന്നെയാണ്. അതായത് 29th വെനസ്ഡേയിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ് ആണ്. ഓക്കെ, ബട്ട് മാർക്കറ്റ് ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഈ ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഇത് മുകളിലോട്ട് കയറി വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഇത് റിജക്റ്റ് ചെയ്ത് വീണ്ടും റീട്രേസ് ചെയ്ത് മുകളിലോട്ട് കയറും. ഓക്കെ, സോ ഒരു പാറ്റേൺ ബേസ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ക്ലിയർ ഒരു എം പാറ്റേൺ ആണ്. ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, ഡൗൺ. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു എം പാറ്റേണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ലൈവിൽ ആരൊക്കെയാണ് ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ബ്രദർ, നമ്മളിപ്പം ക്രിപ്റ്റോ ഫോറക്സ് ഒന്നുമല്ല ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ ഇതിൻ്റെ ലൈവ് വീഡിയോ ഇവിടെ റെക്കോർഡഡായിട്ട് ഉണ്ടാവും. ഓക്കെ, സോ നിഫ്റ്റിയിലുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ മന്ത്ലി ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഡെയിലി ചാർട്ട് ക്ലിയർ ഒരു എം ഫോൾ തന്നെയാണ് ഉണ്ടായത്. ബട്ട് അതിലൊരു ബൈയിങ് എവിഡൻസ്, പ്രീവിയസ് ബൈയിങ് എവിഡൻസ് കിടപ്പുണ്ട്. ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. കണ്ടോ, ഈ വീക്കെൻഡിലുള്ള ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഫോൾ ആവാം മേ ബി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് ഇത് വീണ്ടും ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവലിലേക്ക് വരുമ്പോൾ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ സോ ഇതെല്ലാം കീ ഏരിയകളാണ് കേട്ടോ. നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച മാർക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം. ഇവിടുന്ന് ഫോളോ വന്നാൽ നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ ഇവിടേക്ക് വരുമെന്നുള്ളത്. ഓക്കെ, സോ അതാണ് സംഭവിച്ചത്. ഈ ഡിമാൻഡ് ലെവലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇതാണ് നെക്സ്റ്റ് ഡിമാൻഡ് ഏരിയ. ഓക്കെ, സോ നിങ്ങൾക്ക് നിഫ്റ്റി ട്രേഡ്, ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്, ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഓവർ സോൾഡ് കണ്ടീഷനാണ്. സോ ദാറ്റ് മീൻസ് നെക്സ്റ്റ് വീക്കിൽ ഒരു റീട്രേസ്മെൻറ്റ് ഉണ്ടാകും. മുകളിലോട്ട് ഒരു റീട്രേസ്മെൻറ്റ് എന്തായാലും ഉണ്ടാകും.
സോ അതിനുശേഷം ഫോളോ വന്നേക്കാം. എന്തായാലും ഒരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവും. കാര്യം ഓവർ സോൾഡ് കണ്ടീഷനിലാണ്, കണ്ടോ, ഓവർ സോൾഡ് കണ്ടീഷനാണ്. സോ അതുകൊണ്ട് ഒരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ഈ ഓവർ സോൾഡ് കണ്ടീഷൻ നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ മൂഡ് ഇൻഡെക്സ് നോക്കുമ്പോഴും മനസ്സിലാവും. ഞാനത് കാണിക്കാം. ഈ ചാർട്ട് അനാലിസിസ് കഴിയട്ടെ, അത് കഴിയുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇത് ക്ലിയർലി ഒരു ഷേക്ക് ഔട്ട് ക്യാൻഡിലായിട്ട് തന്നെയാണ് ഫ്രൈഡേയിൽ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ ഓവർ സോൾഡ് കണ്ടീഷനിലായത് കാരണം മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് അതിൽ ഉണ്ട്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ 4 അവറിലേക്ക് വരുമ്പോൾ, ബേസ്ഡ് ഓൺ 4 അവറിലേക്ക് വരുമ്പോൾ ക്ലിയർ ഷേക്ക് ഔട്ട് ക്യാൻഡിൽ. സോ ഓവർ സോൾഡ് കണ്ടീഷനിലാണ്. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ 4 അവറിൽ ഓവർ സോൾഡ് കണ്ടീഷനിലാണ്. സോ അതുകൊണ്ട് ഇവിടെയും ക്ലിയർ എം ഫോൾ തന്നെയായിരുന്നു. കണ്ടോ, ഡബിൾ ടോപ്പ് ഡൗൺ. ഇവിടെ സെല്ലിംഗ് എവിഡൻസ് നോക്കുമ്പോൾ, പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസുകൾ നോക്കുമ്പോൾ there is no selling evidence. ബൈയിങ് എവിഡൻസ് എന്തെങ്കിലും റെസ്പെക്റ്റ് ചെയ്യാതെ കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബൈയിങ് എവിഡൻസും റെസ്പെക്റ്റ് ചെയ്യാതെ കിടക്കുന്നില്ല. പുതിയ എവിഡൻസുകൾ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇനി നിഫ്റ്റി 50 4 അവർ ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. ഓക്കെ, സോ ബേസ്ഡ് ഓൺ 4 അവർ കറക്റ്റ് ഡിമാൻഡ് ലെവൽ ജസ്റ്റ് ബിഫോർ ഡിമാൻഡ് ലെവലിൽ നിൽക്കുകയാണ്. ഡിമാൻഡ് ലെവലിലേക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക്. ഓക്കെ, സോ ഇതാണ് വരുന്നത്. ഇനി നമുക്ക് 1 അവർ നോക്കാം. 1 അവറിൽ എന്താണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്ന് നോക്കാം. ബേസ്ഡ് ഓൺ 1 അവർ നോക്കുമ്പോൾ നിഫ്റ്റി 50യിൽ ഒരു ഇൻവെർട്ടർ ഹാമർ പ്രീവിയസ് ക്യാൻഡിൽ, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇവിടെ മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ ഗ്യാപ്പായിരുന്നു, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഓക്കെ, സോ അതാണ് സംഭവിച്ചത്, വേറെ ഒന്നുമല്ല. ഓക്കെ, എവിഡൻസ് നോക്കുമ്പോൾ ന്യൂ ബൈയിങ് എവിഡൻസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഓക്കെ, ഒരു ബൈയിങ് എവിഡൻസും ന്യൂ ബൈയിങ് എവിഡൻസും 1 അവർ ബേസ് ചെയ്തിട്ട് കാണിക്കുന്നില്ല. ബട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈ ഏരിയയിലാണ്, ഓൾമോസ്റ്റ് ബൈ ഏരിയയിലാണ്. ഓവർ ബ്രോഡ് കണ്ടീഷനിലേക്ക് നീങ്ങാനുള്ള ചാൻസാണ് 1 അവർ ബേസ് ചെയ്തിട്ട് കാണുന്നത്. ഓക്കെ, സോ ട്രെൻഡ് ലൈനൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ 1 അവർ നോക്കുമ്പോൾ ഇതിലുള്ള മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ 1 അവർ നോക്കുമ്പോഴത്തേക്ക് ക്ലിയർ ബിയറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അതിനുശേഷം ഒരു റീട്രേസ്മെൻറ്റ് അപ്പ്, ഇതാണ് നിൽക്കുന്നത്, ഇതാണ് കണ്ടീഷൻ. ഓക്കെ, സോ 1 അവർ ബേസ് ചെയ്തിട്ടും നെക്സ്റ്റ് ഡിമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ്. 4 അവറിൽ വരുന്ന ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്കാണ് ഇനി ഫോളോ വന്നാൽ കയറുന്നത്. ഓക്കെ, നിഫ്റ്റി 50യുടെ ഫോളോ ഉണ്ടായാൽ ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്കാണ് അത് കയറേണ്ടത്. ഓക്കെ, സോ 4 അവറിലും ക്ലിയർ ഒരു എം ഫോളോ തന്നെയായിരുന്നു. കാര്യം ഡബിൾ ടോപ്പ് ഡൗൺ, ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് നമ്മൾ കൃത്യമായിട്ട് ലാസ്റ്റ് വീക്കിൽ മാർക്ക് ചെയ്തിട്ട ഏരിയയാണ്, അവിടുന്ന് ഫോളോ ചെയ്തു. ഓക്കെ, സോ 30 മിനിറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. 30 മിനിറ്റ് എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ. 30 മിനിറ്റ് നോക്കുമ്പോൾ there is a selling evidence, റെസ്പെക്റ്റഡ് ഫോളോ വന്നിട്ടില്ല. ദാറ്റ് മീൻസ് അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഫോളോ വരാൻ ഇനി ചാൻസ് ഉണ്ട്. 30 മിനിറ്റ് നോക്കുമ്പോൾ ഒരു സെല്ലിംഗ് എവിഡൻസ് കിടപ്പുണ്ട്, പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ്. 30 മിനിറ്റിൽ ഒരു പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. ദിസ് വൺ, ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഫോള് ഉണ്ടായിട്ടില്ല. ദാറ്റ് മീൻസ് ഇനി ഈ ഒരു ക്യാൻഡലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ബിയറിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസസ് ഹൈ ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ 30 മിനിറ്റ് സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിന് ശേഷമായിരിക്കാം ഇനി ഒരു ഫോളോ വരുന്നത്. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ വരുന്നത്. 30 മിനിറ്റിൽ നോക്കുമ്പോഴും ലോവസ്റ്റ് ഹൈ എഗെയിൻ ന്യൂ ലോവസ്റ്റ് ഹൈ, ഇനി വരേണ്ടത് വീണ്ടും അടുത്ത ലോവസ്റ്റ് ഹൈ ആണ് വരേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് അതായത് ടുമാറോ മാർക്കറ്റ് ഓപ്പണിംഗ് ആകുമ്പോൾ അതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സെല്ലിംഗ് എവിഡൻസ് ഓൾറെഡി കിടപ്പുണ്ട്. സോ ബേസ്ഡ് ഓൺ 30 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ വരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക്. ഓക്കെ, റൈറ്റ് സൈഡിൽ വാല്യൂ കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ. ഓക്കെ,
ഞാൻ ഹാൻഡ് വെക്കുമ്പം റൈറ്റ് സൈഡിൽ വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഒരു ഫോൾ വന്നാൽ ഈ ഒരു ലെവലിലേക്കാണ് വരേണ്ടത്, ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് 30 മിനിറ്റിന് ബേസ് ചെയ്ത്. ഓക്കെ, 30 മിനിറ്റിന് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് അതാണ് പറയുന്നത്. 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ബേസ്ഡ് ഓൺ 15 മിനിറ്റ് there is a buying evidence. 50 മിനിറ്റ് വരുമ്പോൾ ബൈയിങ് എവിഡൻസ് ഉണ്ട്. ഓക്കെ, കാണിക്കാം. സോ റെസ്പെക്റ്റഡ് മൂവ്മെൻറ്റിലായിരുന്നു മാർക്കറ്റ്, ബട്ട് അതിനു മുമ്പ് അത് മാർക്കറ്റ് ക്ലോസ് ആയി. ഓക്കെ, ആ ഒരു ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റിൽ തന്നെയായിരുന്നു മാർക്കറ്റ്. ഓക്കെ, ബട്ട് മാർക്കറ്റ് ക്ലോസ് ആയി. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഷുവറായിട്ടും ഇനി ഈ ഒരു പിവോട്ട് ഏരിയയിലേക്ക് 25560, കാര്യം ഈ ഒരു ബൈയിങ് എവിഡൻസ് പ്രീവിയസ്ലി ഉള്ളത് 15 മിനിറ്റ് ബേസ് ചെയ്ത് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വന്നതിന് ശേഷം ഹാഫ് അവറിൽ ഒരു സെല്ലിങ് എവിഡൻസ് കിടപ്പുണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഫോളോ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റി 50 ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ ആൻഡ് ചാർട്ട് മൂവ്മെൻറ്റ് പറയാനുള്ളത്. നിഫ്റ്റി 50 നോക്കുമ്പോൾ 50 മിനിറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ക്ലൈമറ്റിക് ആക്ഷൻ കാണിക്കുന്നത് ബൈ ആണ്. ക്ലൈമറ്റിക് ആക്ഷൻ ബൈയിലാണ് കാണിക്കുന്നത്. സ്ട്രോങ് അൾട്രാ വോളിയം ഹൈ ബൈ ക്യാൻഡിലാണ് 15 മിനിറ്റിൽ ഫോം ചെയ്തിരിക്കുന്നത്. സെല്ല് നോക്കുമ്പോൾ അത്രത്തോളം ഇല്ല. ഓക്കെ, ഫോൾ അതിലുണ്ട്. അതിൻ്റെ ട്രെൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് ട്രെൻഡിലാണ്. കാര്യം ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഫോള് കാണിക്കാം. സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഫോൾ ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽ, കണ്ടോ? ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഫോളോ ചെയ്തിരിക്കുകയാണ്. ഇനി മാർക്കറ്റ് വീണ്ടും ഇവിടെ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ അടിച്ച് തകർത്ത് മുകളിലോട്ട് പോകണം. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റി 50 ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ, ചാർട്ട് ആൻഡ് വോളിയം ബേസ്ഡ് നമുക്ക് പറയാനുള്ളത്. വോളിയം ബേസ്ഡ് 4 അവറിലൊക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ക്ലൈമറ്റിക് ആക്ഷൻ ബൈയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ബൈയിലുള്ള ക്യാൻഡിൽ അൾട്രാ വോളിയം ഹൈ ബൈ ക്യാൻഡിൽസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ബട്ട് ട്രെൻഡ് വൈസ് അത് ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് എങ്കിൽ ഷുവർലി നെക്സ്റ്റ് വീക്കിൽ ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് കയറും. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ. സോ ഇതാണ് നമുക്ക് ബേസ്ഡ് ഓൺ മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ, ചാർട്ട് ആൻഡ് ക്യാൻഡിൽ, വോളിയം ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു അനാലിസിസ് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ 15 മിനിറ്റ് നോക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉള്ളത് മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നെക്സ്റ്റ് വീക്കിൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫണ്ടമെൻ്റലുകൾ നോക്കാം. മേജർ ഫണ്ടമെൻ്റലുകൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ അപ്കമിങ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂസ്ഡേയിൽ RBI ഓപ്ഷൻ. ഓക്കെ, സോ വെനസ്ഡേയിൽ ബട്ട് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിലല്ല ഇതൊന്നും ഉണ്ടാകുന്നത്. ഇൻഫ്ലേഷൻ റേറ്റിൻ്റെ റിലീസ് വരുന്നുണ്ട്, ബട്ട് അത് നെക്സ്റ്റ് ഡേയിൽ അഫക്റ്റ് ചെയ്യും. അതായത് വെനസ്ഡേയിൽ ഈ ഡേറ്റ റിലീസ് ആയി കഴിഞ്ഞാൽ തേഴ്സ്ഡേയിൽ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇൻഫ്ലേഷൻ റേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ മണി സപ്ലൈ, M3 മണി സപ്ലൈ ഇതൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രൈഡേയിൽ കുറേ ഫണ്ടമെൻ്റലുകളുണ്ട്. ഫുഡ് ഇൻഡെക്സ്, ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡെപ്പോസിറ്റ് ഗ്രോത്ത്, ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിലെ അഫക്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റലുകളാണ്. ഓക്കെ, അതിൽ ടൈമും കൂടി നോക്കുമ്പോഴത്തേക്ക് ടൈം നമുക്കറിയാം. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 3:15 ആകുമ്പം ഇൻട്രാഡേ ക്ലോസ് ആവും. ഓക്കെ, 3:30 ആകുമ്പോഴത്തേക്ക് മാർക്കറ്റ് കഴിയും. ഓക്കെ, സോ അതുകൊണ്ട് ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള മാർക്കറ്റിലെ മൂവ്മെൻറ്റിൽ ഇതെല്ലാം അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഫണ്ടമെൻ്റലുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂസ്ഡേയിൽ, വെനസ്ഡേയിൽ, അതുപോലെ തന്നെ ഫ്രൈഡേയിലും ഉണ്ട്. ഓക്കെ, ഓക്കെ, സോ ഡേറ്റ് നോക്കുമ്പോൾ 11, 12, അതുപോലെ തന്നെ 14. സോ ഇവിടെ എല്ലാം ഡേറ്റ നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ പുട്ട് ആൻഡ് കോൾ റേഷ്യോ. ബേസ്ഡ് ഓൺ പുട്ട് ആൻഡ് കോൾ റേഷ്യോ നിഫ്റ്റി 50 നോക്കുമ്പോൾ സോ ഒരു
ബിയറിഷ് ആണെന്ന് പറയാൻ കാരണം 0.8 മേളിലാണ്. സോ ഒരു ബിയറിഷ് ആണ് കാണിക്കുന്നത്. എബോവ് 1 ആയിരുന്നെങ്കിൽ ബിയറിഷ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ, എബോവ് 1 ആണെങ്കിൽ. സോ ഇപ്പോഴ് റേഷ്യോ കാണിക്കുന്നത് 0.8 മുകളിലാണ്. ദാറ്റ് മീൻസ് ഒരു ബിയറിഷ് തന്നെയാണ് ബേസ്ഡ് ഓൺ പുട്ട് ആൻഡ് കോൾ റേഷ്യോ. ഇനി മാർക്കറ്റിൻ്റെ മൂഡ് ഇൻഡെക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ബേസ്ഡ് ഓൺ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്ക് ഫിയർ ആണ്. എക്സ്ട്രീം ഫിയർ അല്ല, ഫിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ബിയറിഷ് ആണ്. ഓക്കെ, മാർക്കറ്റിൻ്റെ മൂഡ് ഇൻഡെക്സ്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മൂഡ് ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്ക് ഫിയർ ആണ്. എക്സ്ട്രീം ഫിയർ അല്ല. ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾഡ് കണ്ടീഷനിലാണ്. ഓക്കെ, ബിയറിഷ് കണ്ടീഷനിലാണ്. എക്സ്ട്രീം ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സോൾഡ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, സോ മോർ ഫിയർ ആണ്. മോർ ഗ്രീഡ് അല്ല, മോർ ഫിയറിലാണ് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇതാണ് പുട്ട് ആൻഡ് കോൾ റേഷ്യോ നമ്മൾ നോക്കി, മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് നോക്കി. ഇതെല്ലാം നോക്കുമ്പോൾ ഒരു ബിയറിഷ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ പുട്ട് ആൻഡ് കോൾ റേഷ്യോ 0.8 മേളിൽ, ദാറ്റ് മീൻസ് ബിയറിഷ് മൂവ്മെൻറ്റ്. ഇങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു മൂവ്മെൻറ്റ് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്കുള്ള അനാലിസിസ് തരാൻ പറ്റുന്നത്. ഓക്കെ, സോ കീ ലെവൽസുകളെല്ലാം നിങ്ങൾ ഇതിൻ്റെ വീഡിയോ റീക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. സോ ഇനി ഇത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ നമ്മൾ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എക്കണോമിക് കലണ്ടർ നമ്മൾ ചെക്ക് ചെയ്തു. എക്കണോമിക് കലണ്ടറിൽ ഏതൊക്കെയാണ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റലുകൾ നോക്കി. ഓക്കെ, സോ ഇതാണ് ഇന്ത്യൻ മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് പറയാനുള്ള മൂവ്മെൻറ്റുകൾ. ലാസ്റ്റ് വീക്കിൽ നമ്മൾ നടത്തിയ അനാലിസിസ് പെർഫെക്റ്റ് ആയിരുന്നു. സോ ഇത് നോക്കാം, നമുക്ക് ഡേ ക്യാൻഡിൽ തന്നെ നിൽക്കാം. ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ഡേ ക്യാൻഡിലാണ് പ്രശ്നമുള്ളത്. ഡേ ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സോൾഡ് കണ്ടീഷനാണ്. ഓക്കെ, സോ അതുകൊണ്ട് നെക്സ്റ്റ് മൺഡേയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായതിനു ശേഷമായിരിക്കാം ഇനി ഒരു ഫോളോ വരണത്. ഓക്കെ, സോ ബൈയിങ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ബൈയിങ് എവിഡൻസ് പ്രീവിയസ്ലി ബൈയിങ് എവിഡൻസ് ഒരെണ്ണം കിടപ്പുണ്ട്, അത് മറക്കണ്ട. അത് ഡേ ക്യാൻഡിൽ തന്നെയാണ് പ്രീവിയസ് ബൈയിങ് എവിഡൻസ്, ദിസ് വൺ. ഓക്കെ, സോ അതിനുശേഷം നെക്സ്റ്റ് സെല്ലിങ് എവിഡൻസ് ഇട്ട് തന്നെയാണ് മാർക്കറ്റ് ഫോളോ വന്നത് നെക്സ്റ്റ് ഡേയിൽ. അതായത് ഇത് 29-ാം തീയതി ആണെങ്കിൽ 30-ാം തീയതി ക്ലിയർ സെല്ലിങ് എവിഡൻസ് തന്നു. അതായത് ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് അത് ഫോളോ ചെയ്തു. ഓക്കെ, ഡബിൾ ടോപ്പ് ഡൗൺ ആണ് ഉണ്ടായിരിക്കുന്നത്, കറക്റ്റ് എം. ഓക്കെ, സോ ഇനി ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്യുകയാണെങ്കിൽ, ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ, ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ ഇത് കുറച്ച് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഫോളോ വരാനുള്ള ചാൻസ്. സോ നോക്കാം നെക്സ്റ്റ് വീക്ക്. ഓക്കെ, നമ്മൾ ഡെയിലി അതിൽ എന്താണ് ലൈവ് ഒന്നും ചെയ്യുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ലൈവ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, വീക്ക്ലി അനാലിസിസ് മാത്രമാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഡെയിലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിലെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും മാർക്കറ്റ് എൻഡായി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിലെ മൂവ്മെൻറ്റ്. സോ ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലായിരുന്നു, ബട്ട് ആ സപ്പോർട്ടൊക്കെ അടിച്ച് തകർത്ത് പോയിരിക്കുകയാണ്. ഇപ്പോഴും നിൽക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിമാൻഡിലേക്ക് കയറാൻ തന്നെയാണ് നിൽക്കുന്നത്. അത് ഡിമാൻഡ് ലെവലിലേക്ക് ചാൻസസ് ഹൈ ആണ്. സോ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ഇതാണല്ലോ. ഇത് നമ്മൾ വരച്ചിരിക്കുന്നത് വീക്കിലി അനാലിസിസിൻ്റെ ബേസിലാവാം ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. സോ അങ്ങോട്ട് തന്നെ ഫോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് ബേസ്ഡ് ഓൺ ചാർട്ട്. അതുപോലെ മാർക്കറ്റിൻ്റെ മൂഡ് നമ്മൾ ചെക്ക് ചെയ്തു. മാർക്കറ്റ് മൂഡ് മോർ ഫിയർ ആണ്, എക്സ്ട്രീം ഫിയർ അല്ല, ഫിയർ ആണ് ബട്ട് എക്സ്ട്രീം ഫിയർ അല്ല. ഓക്കെ, നിഫ്റ്റി 50 നോക്കുമ്പോഴത്തേക്ക് ഫിയറിലാണ്. ഓക്കെ, മാർക്കറ്റ് ഫിയറിലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് സോൾഡ് കണ്ടീഷനിലാണ്. ഓക്കെ, സോ ഇനി പുട്ട് ആൻഡ് കോൾ റേഷ്യോ നമ്മൾ ചെക്ക് ചെയ്തു. പുട്ട് ആൻഡ് കോൾ റേഷ്യോയിൽ ഇതാണ് അവസ്ഥ. ഓക്കെ, സോ എനിവേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കുകയുണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് നമ്മൾ കറക്റ്റ് 3 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മൾ ലൈവ് എൻഡ് ചെയ്യുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. അതായത് ഇപ്പോഴും നിലവിലുള്ള ക്രിപ്റ്റോ ബേസോ എന്തെങ്കിലും. ഓക്കെ, സോ എനിവൺ ഹാവ് എനി ക്വറീസ് യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും.
സോ നിഫ്റ്റി 50-ലെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എനി അതർ ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നോ ഇഷ്യൂ. നമ്മൾ ഗോൾഡിലേക്കുള്ള അനാലിസിസ്, വീക്ക്ലി അനാലിസിസ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, കോൾ കയ്യിലുണ്ടെങ്കിൽ നാളെ ലോസ് ആവുമോ? കോൾ ഓപ്ഷൻ കയ്യിലുണ്ടെങ്കിൽ, ഓക്കെ, കോൾ ഓപ്ഷൻ കയ്യിലുണ്ടെങ്കിൽ നാളത്തെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ബ്രദർ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് തന്നെയാണ് കാണിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, ഓവർ സോൾഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഓവർ സോൾഡ് കണ്ടീഷനിലാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് റെസ്പെക്റ്റ് ചെയ്താൽ കണ്ടോ, കാര്യം ഓവർ സോൾഡ് കണ്ടീഷനിലാണ്. ചെറിയ ടൈം ഫ്രെയിമുകളിലേക്ക് നോക്കുമ്പോൾ 4 hour നോക്കുമ്പോഴും ഓവർ സോൾഡ് കണ്ടീഷനിലാണ്. സോ അവിടെയും നിങ്ങൾക്കൊരു രക്ഷപ്പെടാനുള്ള ചാൻസ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് 15 മിനിറ്റിലാണ്. 15 മിനിറ്റിൽ എന്താണ് ഒരു ബൈയിങ് എവിഡൻസ് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഇവിടെ വരെ മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഹൈ ആണ്. റൈറ്റ് സൈഡ് വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു പ്രീവിയസ് ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് കണ്ടോ, ഈ ഒരു പ്രീവിയസ് ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസസ് ഹൈ ആണ്. സോ ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് മാർക്കറ്റ് എൻഡ് ആയത് കണ്ടോ 15 മിനിറ്റിൽ. ബട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം, ഒരു ഒറ്റ കൺസ്ട്രെയിൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 30 മിനിറ്റിൽ പ്രീവിയസ് ഒരു സെല്ലിങ് എവിഡൻസ് ഉണ്ട് കണ്ടോ, ഇത് കണ്ടോ. സോ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തൊരു ഫോളോ വരാനും ഉണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് പോയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് അടിച്ചോടാം. ഓക്കെ, സിൽവർ നോക്കാം ബ്രദർ. സിൽവർ ഞാൻ നോക്കി പറഞ്ഞുതരാം, വെയിറ്റ് സിൽവർ നോക്കാം. സിൽവർ നമ്മൾ ഗോൾഡ് അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട്, വീക്ക്ലി അനാലിസിസ്. ഗോൾഡിൻ്റെ അതേ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും സിൽവറിൽ വരുന്നത്. സിൽവർ ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് പറയാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ സിൽവറിലേക്ക് മൂവ് ചെയ്യാം. അതായത് നിഫ്റ്റി 50 ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കട്ടെ. അതിനുശേഷം നമുക്ക് സിൽവർ നോക്കാം, ഷുവറായിട്ടും സിൽവർ നമുക്ക് ഷുവറായിട്ട് നോക്കാം. ഓക്കെ, സോ ഐ തിങ്ക് സോ ബ്രദർ നിഫ്റ്റി 50യുടെ മൂവ്മെൻറ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓരോന്നെടുത്ത് നോക്കുന്നത് ഒരു പണി ചെയ്താൽ മതി. അതായത് നിങ്ങൾ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ ചെയ്ത് തരാം. ഓക്കെ, നിങ്ങളുടെ ഏതെങ്കിലും ഇൻഡിവിജ്വൽ ഷെയറുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ, ഒക്കെ അത് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഷെയറുകൾ മാത്രം നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, ETF നോക്കാം. ETF നോക്കുന്നതൊന്നും വിഷയമല്ല, ETF നമുക്ക് നോക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി. സോ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ഇതിനൊന്നും ഒരു ക്യാഷ് ഒന്നും വാങ്ങിയിട്ടൊന്നും ചെയ്യുന്ന പരിപാടിയല്ല. നമ്മൾ സമയം പോലെ അത് അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, സോ ഗോൾഡ് നോക്കുമ്പോഴത്തേക്ക്, ഗോൾഡ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ചാർട്ട് ഒന്ന് സൂം ചെയ്തോട്ടെ, വെയിറ്റ് ചെയ്യും. സോ സിൽവർ അല്ലേ നമ്മൾ നോക്കി, ഗോൾഡ് അല്ല, സോറി സിൽവർ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ക്ലിയർ. ഗോൾഡിനെ പോലെ തന്നെ ബുള്ളിഷ് മൂവ്മെൻറ്റ്. സോ എവിഡൻസ് നോക്കുമ്പോഴത്തേക്ക് മേ ബി നോക്കട്ടെ, എവിഡൻസ് ബൈയിങ് എവിഡൻസ് തന്നിരിക്കുന്നത് എവിടെയാണെന്ന് ചെക്ക് ചെയ്യാം. സോ ഇതിൽ കുറേ ഡ്രോയിങ്ങുകളൊക്കെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിൽവർ ലൈവിൽ ട്രേഡ് ചെയ്യുന്ന സാധനമാണ് സിൽവർ. സോ അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ഡ്രോയിങ്ങുകൾ കിടക്കുന്നത്. നമ്മൾ സിൽവർ ലൈവിൽ ചെയ്യുന്നതാണ്, ലൈവിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതുമാണ് സിൽവർ. ഓക്കെ, സിൽവർ വരുമ്പോഴത്തേക്ക് മാർച്ച് മന്തിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ് അതിനെ റെസ്പെക്റ്റ് ചെയ്ത്
മൂവ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് സിൽവറിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഹൈ, പ്രീവിയസ് ഹയർ ഹൈ, ഓക്കെ, എഗെയിൻ ഹയർ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പ്രീവിയസ് മന്തുകളിൽ ഗോൾഡിലെ പോലെ തന്നെ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, ജൂലൈയിൽ ഇൻവെർട്ടർ ഹാമർ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഓഗസ്റ്റിൽ ഗോൾഡിൽ ബൈയിങ് എവിഡൻസ് കാണിച്ച മന്താണ്. ബട്ട് ഇത് അതിന് മുന്നേ തന്നെ മാർച്ചിൽ തന്നെ ബൈയിങ് എവിഡൻസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സിൽവർ മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇടാം ബ്രദർ. ഒരു മിനിറ്റ്, ഞാൻ ഇത് അനാലിസിസ് പറഞ്ഞതിന് ശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഷുവറായിട്ടും ഷെയർ ചെയ്ത് തരാം. ഓക്കെ, വെയിറ്റ് ചെയ്യും. സോ ഇപ്പോൾ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കാം. മേ ബി ഒരു ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ നിന്നുള്ള റിജക്ഷൻ ആവാൻ ചാൻസ്. യെസ് കണ്ടോ, 100% എന്താണ് ഓവർ ബ്രോട്ട് കണ്ടീഷൻ ആയിരുന്നു. അവിടെ നിന്ന് ഒരു റിജക്ഷൻ അങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു കണ്ടിന്യൂസ് ബുള്ളിഷ് റാലിയിൽ തന്നെയായിരുന്നു സിൽവർ. ഓക്കെ, ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. ആ മൂവ്മെൻറ്റ് തുടരുകയാണെങ്കിൽ പ്രീവിയസ് ക്യാൻഡിൽ നമുക്കൊന്ന് നോക്കണം. പ്രീവിയസ് ക്യാൻഡിൽ നോക്കണമെങ്കിൽ നമുക്ക് ഈ ഡ്രോയിങ് ഒന്ന് എടുത്ത് കളയട്ടെ. ഇതിൽ ഈ ഡ്രോയിങ് 28 ഡ്രോയിങ് കിടക്കുന്നു, അത് കളയാം. ഇൻവെർട്ടർ ഹാമറാണ്. ഇൻവെർട്ടർ ഹാമർ ദാറ്റ് മീൻസ് നെക്സ്റ്റ് മന്ത് ഓർ അതായത് നവംബർ അല്ലെങ്കിൽ അടുത്ത മാസം ഷുവറായിട്ട് ഇത് മുകളിലോട്ട് തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഈ ഒരു ഏരിയയിൽ നിന്നാണ് റിജക്ഷൻ വന്നേക്കുന്നത്. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇതാണ് സിൽവറിൻ്റെ. ആ ഓൾ ടൈം ഹൈന്ന് ഇൻവെർട്ടർ ഹാമറിലാണ് റിജക്ഷൻ വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ഇനിയും ഇത് ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് ഹൈ. ഓക്കെ, ഇതാണ് സിൽവർ മന്ത്ലി ചാർട്ട് നമുക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. വീക്ക്ലി ചാർട്ടിലേക്ക് വരുമ്പോൾ വീക്ക്ലി ചാർട്ടിൽ ദെയർ ഈസ് പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് സ്ട്രോങ് സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ബട്ട് ലാസ്റ്റ് വീക്ക് ഇറ്റ് ഷോസ് എ സെല്ലിംഗ് എവിഡൻസ്. ലാസ്റ്റ് വീക്കിൽ ഇത് സെല്ലിംഗ് എവിഡൻസ് കാണിച്ചിട്ടുണ്ട്. കാര്യം ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഒരു നോ ഡിമാൻഡ് ക്യാൻഡിൽ. സോ നെക്സ്റ്റ് ഈ ഒരു ക്യാൻഡിൽ സെല്ലിംഗ് എവിഡൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് അതൊരു സ്ട്രോങ് മൂവ്മെൻ്റ് അല്ല അതിൽ ഉണ്ടായിരിക്കണത്. ഓക്കെ, സോ കണ്ടോ, ഇതാണ് കണ്ടീഷൻ കാണിക്കുന്നത്. ഇതിൽ ഒരു സ്ട്രോങ് സെല്ലിംഗ് എവിഡൻസ് എന്നത് പറയാൻ പറ്റത്തില്ല, ഒരു വീക്ക് സെല്ലിംഗ് എവിഡൻസ് ഉണ്ട് അതിൽ. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഫോളോ വരികയാണെങ്കിൽ ഷുവറായിട്ട് ഇനി ഇത് ക്ലിയർ സെൽ ഏരിയയാണ് താഴോട്ട് വരുന്നത്. ബട്ട് അതൊരു സ്ട്രോങ് സെല്ലിംഗ് എവിഡൻസ് അല്ല. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ സെൽ ഏരിയയിലേക്ക് അത് മാറിയിട്ടുണ്ട് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു സെൽ ഏരിയയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ, ഒരു ഓവർ ബ്രോട്ട് കണ്ടീഷൻ, അവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ കണ്ടല്ലോ. ഗോൾഡിലുണ്ടായ ഫോളിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, സോ ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ സിൽവർ നമ്മൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് സിൽവർ നോക്കുന്നത്. ഇപ്പോഴും നമ്മൾ നിഫ്റ്റി 50ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ലൈവ് ചെയ്തത്. ബട്ട് നമ്മളോട് ഒരാൾ ആവശ്യപ്പെട്ടതിന് പേര് മാത്രം സിൽവർ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഡെയിലി ക്യാൻഡിൽ എവിടെയും തന്നെ സെല്ലിംഗ് എവിഡൻസ് ഇല്ല. ഡെയിലി ക്യാൻഡിൽ എവിടെയും തന്നെ സെല്ലിംഗ് എവിഡൻസ് ഇല്ല. ബട്ട് പ്രീവിയസ് ബൈയിങ് എവിഡൻസ് കിടപ്പുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റിലാണ് ഇപ്പോഴും. സോ ഈ ഒരു പ്രീവിയസ് ബൈയിങ് എവിഡൻസ് കിടപ്പുണ്ട്. അത് എന്നാണ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. പ്രീവിയസ് ബൈയിങ് എവിഡൻസ് ഒക്ടോബർ 23. ഓക്കെ, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. സോ ഇനി ഈ ഒരു മൂവ്മെൻറ്റ് അതിനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് 49.379 മുകളിലേക്ക് സിൽവർ ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇതിൽ പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ക്ലിയർ ബുള്ളിഷ് റാലി തന്നെയായിരുന്നു സിൽവറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ അതുകൊണ്ട് ലോങ് പൊസിഷൻസ് നല്ല പ്രോബബിലിറ്റിയിൽ ലോങ് പൊസിഷൻ ട്രേഡുകൾ കിട്ടുമ്പോൾ എടുക്കണം. ഇനി 4 ഹവറിലേക്ക് വരാം. 4 ഹവറിൽ നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ 4 ഹവറിൽ ബൈയിങ് എവിഡൻസ് ദിസ് ക്യാൻഡിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ്.
റീസെൻ്റ് ആയിട്ട് ഒരു സെല്ലിംഗ് എവിഡൻസും അതിലില്ല. റീസെൻറ്റ് സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഓക്കെ, സോ ഒരു സപ്ലൈ ലെവൽ, പ്രീവിയസ് സപ്ലൈ ലെവൽ ഇവിടെയാണ്. ഈ ഒരു സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്യണം. ഇനി ഇതിലൊരു ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും അടുത്ത പിവോട്ട് ഏരിയ 49.65 ആ ഒരു ലെവലിലേക്ക് പോകും. നെക്സ്റ്റ് റിജക്ഷൻ ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 49.38 ആ ഒരു ലെവലിലേക്ക്. ഓക്കെ, സ്റ്റോക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ സെൽ ഏരിയയിലേക്കാണ് അത് മൂവ് ചെയ്യണത്. ഓക്കെ, ബട്ട് അവിടെ ഈ 4 അവർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസോളിഡേറ്റഡ് മൂവാണ്. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് മൂവ്മെൻറ്റ്. കണ്ടോ, ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്ത ഒരു മൂവ്മെൻ്റ് ആണ് ഫീൽ ചെയ്യണത്. ഓക്കെ, സിൽവർ പ്രീവിയസ്ലി ഒരു ബൈങ് എവിഡൻസ് ഉണ്ടായിരുന്നു, അതിനെ റെസ്പെക്ട് ചെയ്ത് 4 അവറിൽ മൂവ്മെൻറ്റ്. ഇനി ഒരു പുതിയ എവിഡൻസ് കിട്ടുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് 4 അവറിൽ ബൈ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി 1 അവറിലേക്ക് വരുവാണെങ്കിൽ 1 അവറിൽ പ്രീവിയസ് ബൈയിങ് എവിഡൻസ്, ദിസ് ക്യാൻഡിൽ പ്രീവിയസ് ബൈയിങ് എവിഡൻസ്, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് നെക്സ്റ്റ്. സോ അതിനുശേഷം ഫോള് വിത്തൗട്ട് എവിഡൻസിലാണ് ഫോള്, വിത്തൗട്ട് എവിഡൻസിലുള്ള ഫോളാണ്. സോ ദാറ്റ് മീൻസ് ഒരു 1 അവർ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈനൊക്കെ മേക്ക് ചെയ്ത് തരാം. 1 അവർ ബേസ് ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് പ്ലാനിങ് പാടാണ്. ഓക്കെ, വേണ്ട. അപ്പോൾ അതുകൊണ്ട് ആ ട്രെൻഡ് ലൈൻ അങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, സോ ഇവിടെ നിന്നാണ് റിജക്ഷൻ വന്നത്, ഈ ഒരു ലെവലിൽ നിന്നാണ് റിജക്ഷൻ വന്നത്. ഓക്കെ, സോ സ്റ്റോക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ഒരു ഓവർസോൾഡ് കണ്ടീഷൻ, അവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ കണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷന് ശേഷം വീണ്ടും ഫോൾ ചെയ്ത് നിൽക്കുവാണ് ഇപ്പോൾ. ഇതാണ് സിൽവറിലെ കണ്ടീഷൻ കാണുന്നത്. ഇനി 30 മിനിറ്റിൽ, അത് 1 അവർ ബേസ് ചെയ്തിട്ട് 30 മിനിറ്റിലേക്ക് വരുമ്പോൾ 13 മിനിറ്റിൽ ദെയർ ഈസ് നോ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ബൈയിങ് എവിഡൻസും ഒന്നുമില്ല. ഒരു ഓവർസോൾഡ് കണ്ടീഷൻ ഇവിടുന്ന് വീണ്ടും റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് മൂവ്മെൻറ്റിൽ നിൽക്കുവാണ്. പ്രീവിയസ് ഒരു ബൈയിങ് എവിഡൻസ് ഇവിടെ കിടപ്പുണ്ട്. ഇനി വരാനുള്ളത് ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. പ്രീവിയസ് ബൈയിങ് എവിഡൻസ് കിടപ്പുണ്ട്, ദിസ് ക്യാൻഡിൽ കണ്ടോ, ഇതിനെ റെസ്പെക്റ്റഡ് ഒരു മൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗോൾഡിലെ പോലെ തന്നെ ഒരു ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണോ എന്ന് നോക്കാം, വരച്ച് നോക്കട്ടെ. ഗോൾഡ് നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ ഗോൾഡ് അനാലിസിസ് ഒന്ന് കണ്ടു നോക്കണം. ട്രയാങ്കുലർ മൂവ്മെൻറ്റ്, യെസ്, ചാൻസസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണോ എന്നുള്ളത് ചാൻസ് ഉണ്ട്. ഓക്കെ, ഗോൾഡിലെ പോലെ. ഓക്കെ, സോ 15 മിനിറ്റ് നോക്കാം. 15 മിനിറ്റ് നമ്മൾ മോസ്റ്റ്ലി ട്രേഡ് ചെയ്യുന്ന ടൈമാണ്. ഇപ്പോൾ നമുക്ക് ആ ട്രയാങ്കുലർ മൂവ്മെൻറ്റ് ശരിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. 15 മിനിറ്റ് നോക്കുമ്പോഴത്തേക്ക് ദാണ്ട ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത മൂവ്മെൻറ്റ്, എഗെയിൻ ബൈയിങ് എവിഡൻസ്, മൾട്ടിപ്പിൾ ബൈയിങ് എവിഡൻസ്. 15 മിനിറ്റ് നോക്കുമ്പോൾ സിൽവർ ഈ ബൈയിങ് എവിഡൻസ്, അതിനെ റെസ്പെക്റ്റ് ചെയ്ത അപ്സൈഡ് മൂവ്മെൻറ്റ്, വീണ്ടും ഇവിടെ ഒരു ബൈയിങ് എവിഡൻസ്. സോ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും മൂവ്മെൻറ്റ് മുകളിലേക്ക്. സോ നൗ നോക്കുമ്പോഴത്തേക്ക് ദെയർ ഈസ് നോ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സ്റ്റോക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ അത് ഒരു സെൽ ഏരിയയിലേക്കുള്ള മൂവിങ്ങിലാണ് കാണിക്കുന്നത്. ബട്ട് അത് എന്താണ്, ഈ ഒരു ഏരിയ, അതായത് ഈ ട്രയാങ്കുലർ മൂവ്മെൻറ്റിനാണ് ചാൻസ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണെന്നാണ് തോന്നുന്നത്. നോക്കാം. സോ ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, ഇങ്ങനെ കയറി, ഇങ്ങനെയൊക്കെയുള്ള ഒരു മൂവ്മെൻറ്റിനാണ് ചാൻസ് കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട് സിൽവർ. അതുകൊണ്ട് നമ്മൾ നാളെ മോർണിംഗ് ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ വന്നാൽ മതി. സിൽവറിൽ ആ ടൈമിൽ എന്ത് എവിഡൻസ് കിട്ടിയാലും നമ്മൾ അതിനെ മാർക്ക് ചെയ്തിട്ട് ട്രേഡ് ഉണ്ടെങ്കിൽ അത് ഫോർകാസ്റ്റിംഗ് ചെയ്ത് തരാറുണ്ട്. ഓക്കെ, ട്രേഡ് നമുക്ക് ലൈവിൽ ഫോർകാസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, സിൽവർ താണ്ട ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് ക്ലിയർ സെൽ എവിഡൻസ് തന്നത്. 15 മിനിറ്റ് നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലിയർ സെൽ എവിഡൻസ്, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫോളോ. സോ ഇപ്പോഴും നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിലാണ് നിൽക്കുന്നത്.
സോ ഈ ഡിസെൻഡിങ് ട്രയാങ്കിൾ മൂവ്മെൻറ്റ് എവിടെ വെച്ച് ബ്രേക്ക് ആവുമെന്ന് നോക്കാം. ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയാൻ കാര്യം ഹയർ ഹൈ, ദെൻ എന്താണ് ലോവർ ഹൈ, ഇനി നെക്സ്റ്റ് വീണ്ടും അടുത്ത ലോവർ ഹൈ വരാനാണ് ചാൻസ്. ഓക്കെ, ഇതാണ് സിൽവറിൽ നമുക്ക് 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് തരാനുള്ള ഒരു അനാലിസിസ്. ഇനി സിൽവറിൻ്റെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. സിൽവർ മാർക്കറ്റ് എങ്ങനെയാണ് എൻഡ് ചെയ്തേക്കുന്ന സെൻറ്റിമെൻറ്റ്സും കൂടി ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ സിൽവർ സിൽവറിൽ മോർ ബയേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻ 67.51% ബയേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻ ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ ഫോൾ അഗൈൻ. പ്രൈസ് വീണ്ടും ഫോൾ ചെയ്ത് വരും. അതായത് സെല്ലേഴ്സ് കൂടുകയാണെങ്കിൽ സിൽവർ പ്രൈസ് അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് വരും. ഓക്കെ, സോ ഇത് എവിടെ നിന്നാണ് ആ ഒരു പെർസെൻറ്റേജിലേക്ക് മാറിയെന്ന് എനിക്ക് അറിയില്ല. അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേ ബി ഒരു 70% കിടന്നിട്ട് 67ലേക്ക് കുറയുകയാണോ ചെയ്തത്, അതല്ല 65% കിടന്ന സാധനം 67ലേക്ക് കൂടിയാണോ ചെയ്തതെന്നുള്ളത് ലൈവിൽ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. കാര്യം നമ്മൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ സിൽവർ നമ്മൾ നോക്കിയില്ല. ഓക്കെ, സിൽവർ ആവശ്യപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ സിൽവറിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സിൽവർ നോക്കിയിട്ടില്ല. അതുകൊണ്ട് 70 നിന്ന് കുറയുകയാണോ ചെയ്തത്, ഇനി 65 കൂടിയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ബേസ്ഡ് ഓൺ വേരിയസ് ഡേറ്റ ഗിവൺ പ്ലാറ്റ്ഫോം ആൻഡ് ബ്രോക്കേഴ്സ് ഷോ ചെയ്യുന്നത് എന്താണ്, സെല്ലാണ്. ഓക്കെ, ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ബയേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻസ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ ഫോൾ അഗെയിൻ ടു അട്രാക്ട് മോർ സെല്ലേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രൈസ് ഫോൾ ചെയ്യും. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് കയറി വരും. ഓക്കെ, ഇതാണ് സിൽവറിൻ്റെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി സിൽവറിൻ്റെ പുട്ട് ആൻഡ് കോൾ റേഷ്യോയും അതോടൊപ്പം തന്നെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സും വേണമെങ്കിൽ നോക്കാം. സോ ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ പിന്നാലെ മൂവ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ബട്ട് സംടൈംസ് അതിൽ മാറ്റം ഉണ്ടാകാറുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ അല്ല സിൽവർ. ഓക്കെ, സിൽവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ ഇപ്പോഴും സിൽവറിൻ്റെ ഡെയിലി ചാർട്ടും ഗോൾഡിൻ്റെ ഡെയിലി ചാർട്ടും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അതൊരു ആ ബുള്ളിഷ് മൂവ്മെൻറ്റിൽ തന്നെ തുടരുവാണ്. മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ ഓക്കെ, ഗോൾഡ് മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ ഗോൾഡ് മന്ത്ലി ചാർട്ട് ബുള്ളിഷാണ്. അതായത് പ്രീവിയസ് മന്ത് കറക്റ്റ് സിൽവറിലെ പോലെ തന്നെയാണ്. മന്ത്ലി ചാർട്ട് ഏകദേശം ഒരേപോലെ തന്നെയാണ്. കാര്യം ഇൻവെർട്ടർ ഹാമർ തന്നെയാണ്. ഓക്കെ, ബട്ട് വീക്ക്ലി ചാർട്ട് എല്ലാം ഡിഫറൻ്റ് ആണ്. സിൽവർ നോക്കുമ്പോഴത്തേക്ക് മോർ സെല്ലേഴ്സ്, റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ മോർ സെല്ലേഴ്സാണ്. സെല്ലേഴ്സ് ഓപ്പൺ സെൽ പൊസിഷൻ 64.67%. ദാറ്റ് മീൻസ് പ്രൈസ് സെല്ലേഴ്സ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ മോർ സെല്ലേഴ്സാണ്. ദാറ്റ് മീൻസ് പ്രൈസ് അപ്പാവും. ഓക്കെ, റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് ആൻഡ് കോൾ റേഷ്യോ. സിൽവറിലെ പുട്ട് ആൻഡ് കോൾ റേഷ്യോ നോക്കാം. സിൽവറിൽ കിട്ടുമോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നോക്കും. യെസ്, പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഉണ്ട്. ബേസ്ഡ് ഓൺ പുട്ട് ആൻഡ് കോൾ റേഷ്യോ എന്താണ് ബിയറിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ എക്സ്ട്രീം ബിയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0.8 മുകളിൽ വരണം. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. പുട്ട് ആൻഡ് കോൾ റേഷ്യോ സിൽവറിൽ നോക്കുമ്പോൾ ഇതാണ് കണ്ടീഷൻ കാണിക്കുന്നത്. ഇനി ഓക്കെ, സോ നമുക്ക് ലൈവിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് വിഷയമല്ല. നിങ്ങൾക്ക് നാളെ ലൈവിൽ നമ്മൾ വരുമ്പോൾ ഷുവറായിട്ടും സിൽവർ ആ ഒരു ടൈമിൽ അനാലിസിസ് തരാം. അപ്പോഴും ആവശ്യപ്പെട്ടാൽ മതി. ബട്ട് നിഫ്റ്റി 50ക്ക് നമുക്ക് അങ്ങനെ പറ്റില്ല. ഓക്കെ, സോ ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റാഗ്രാം ID. അത് ഞാനിപ്പോൾ തന്നെ അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാം ID തരാം.
ഇൻസ്റ്റാഗ്രാം ഐ ഡി 1 മിനിറ്റ്. സോ നമ്മൾ ലൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഡ്, ബിറ്റ് കോയിന്, പിന്നെ എനി അതർ കറൻസി പേഴ്സ്, പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മോഡിറ്റീസ്, ഓയിൽ, എന്ത് വേണമെങ്കിലും. ഓക്കെ, അതർ ദാൻ നിഫ്റ്റി ആൻഡ് നിഫ്റ്റി 50, അതർ ദാൻ എന്ത് വേണമെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, സോ ലൈവ് 1 മിനിറ്റ്. ഇപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഷെയർ ചെയ്ത് തരാം. സോ അതിൽ വന്നിട്ട് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഇൻഡിവിജ്വൽ ഷെയർ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് അനാലിസിസ് ചെയ്ത് തരാം, ഫ്രീ ആണ്. സോ ഗോൾഡിലെ അനാലിസിസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ അനാലിസിസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതാണ് പറഞ്ഞത്. ഇത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് ഉള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിൽ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഒപ്പം ഉള്ള. ഓക്കെ, സോ അത് നമ്മൾ ഇതിലൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു. ലൈവ് ചെയ്ത് നമുക്ക് കുറേ വ്യൂവേഴ്സ് വന്നപ്പോഴാണ് അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ചെയ്തത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ 9:30 വരെയാണ് ഈ ലൈവ് ഉദ്ദേശിച്ചത്, ബട്ട് കുറച്ച് നീണ്ടുപോയി. വേറൊന്നും കൊണ്ടല്ല, സിൽവർ അനാലിസിസ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. സിൽവർ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണ്. നോക്കാം, കണ്ടോ? ഗോൾഡ് ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഗോൾഡ് ചാർട്ട് കാണിച്ചു തരാം. ഗോൾഡ് ചാർട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. XAUSD ഗോൾഡ് ചാർട്ട് കാണിച്ചു തരാം. ഗോൾഡ് സെയിം ഇതേ രീതിയിലുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഗോൾഡ്. കണ്ടോ? ഗോൾഡ് നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡുകൾ എടുക്കാറുണ്ട്. ലൈവിലാണ് നമ്മൾ ഗോൾഡ് ചെയ്യണത്. ഓക്കെ, സോ ഗോൾഡിൽ ഇങ്ങനെ ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണ്. മോർണിംഗ്, ഈവനിങ്ങിൽ അസെൻഡിങ് ട്രയാങ്കിൾ, ഡിസെൻഡിങ് ട്രയാങ്കിൾ ഗോൾഡ്. കണ്ടോ? ഇതാണ് ഗോൾഡ്. ഓക്കെ, സോ ഗോൾഡിൽ നമ്മളെ ട്രേഡുകൾ ഇതൊക്കെയാണ്. സോ നമ്മൾ അത്യാവശ്യം വലിയ ട്രേഡുകളാണ് എടുക്കുന്നത്, മൾട്ടിപ്പിൾ ട്രേഡുകളൊക്കെ. സോ നമ്മുടെ ഒപ്പം താല്പര്യമുള്ളവർക്ക് കൂടാം ആ സമയത്ത്. ഓക്കെ, എനിവേ നമ്മൾ ഈ ലൈവ് എൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ. ഇനി ടുമോറോ നമുക്ക് മോർണിംഗിൽ ലൈവ് കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഓൺലി ഒരു ഫ്യൂ മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യാം. എനി ഡൗട്ട്സ്? ഓക്കെ, so okay, no one have no doubts. Okay, anyway, see you.